ഹായ് ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ട്രാവൽ ആൻഡ് ഡീറ്റെയിൽസ്. അപ്പൊ നമ്മൾ ഇന്നുള്ളത് കുഴിപ്പള്ളിയിലാണ്. നമ്മൾ എറണാകുളം 25 കിലോമീറ്റർ റൈഡ് ചെയ്ത് കുഴിപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന ഒരു ഫാം കാണാനാണ്. പെറ്റ് ഫാം ആണ്, പക്ഷെ ഒരു നോർമൽ ഒരു കടയൊന്നുമല്ല, ഒരു വീടാണ്. അതെ, ഒരു വീടിനകത്ത് ഒരു ഫാം, സൂലാൻ പെറ്റ് ഫാം എന്നാണ് പറയുന്നത്. ഇവിടെ സെയിലൊന്നും ഇല്ല, നമുക്കിപ്പോ ഒരു വീടാണ്, അതിനകത്ത് കയറി കാണാൻ പറ്റും. പക്ഷെ അതിനകത്ത് നമുക്ക് പെർമിഷൻ ഒക്കെ എടുക്കണം. അപ്പൊ വരുമ്പോ തന്നെ ഇവിടെ ആൾക്കാരുണ്ടാവും, വന്ന് ചോദിച്ചിട്ട് മാത്രമേ അകത്ത് കയറാൻ പാടുള്ളൂ. അതിനകത്ത് കുറെ പക്ഷികളും മീനൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, കുറെ ചെടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. പോയി നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കമോൺ. നമ്മൾ കയറുമ്പോ തന്നെ ആദ്യം കാണുന്നത് ഇവിടെ ഒരു കുറച്ച് കിളികളെ കാണാം. അകത്ത് കയറുമ്പോ തന്നെ ഒരു വീടാന്ന് പറയത്തില്ല, ഒരു കാട് വൈബാണ്. അതെ അതെ, നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറി നോക്കാം അല്ലേ? ഇവിടെ മാത്രല്ല, അവിടെയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അതെ അതെ, ഇതൊക്കെ നമ്മൾ നോർമലി നെറ്റ് വെച്ച് കണ്ടുപിടിക്കണം. നമ്മൾ പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോ ഇവിടെ ഒരു കൂട് കാണാം, നമുക്ക് അവിടെ കൂടെ നോക്കാം. ഇത് സത്യാണല്ലേ? ഇത് കൊള്ളാം. അപ്പൊ നമുക്ക് ഫുള്ളൊന്ന് കണ്ടുവരാം അല്ലെ? കമോ. ശരി, ഇവിടെ ഒരു ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട് കേട്ടോ. ഓ, ഇത് നോർമലി തത്തയല്ല, തത്തയൊന്നുമല്ല, അത് വേറൊരു ടൈപ്പ് കിളിയാണ്. ജിങ്കോച്ച ജിങ്കീച്ചി എന്നാണ് അതിന്റെ പേര്. അങ്ങനെയാണോ? പ്രായമായിട്ടായിരിക്കും. നമുക്ക് ഇവിടെ വരുമ്പോ ഒരു വലിയ കൂട് കാണാം കേട്ടോ. അതിനകത്ത് നിറയെ വലിയ മറ്റേ തത്തയൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ. നമുക്കറിയത്തില്ല കേട്ടോ, സംഭവം നല്ല അടിപൊളി. കണ്ട 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 കിളി കടിക്കത്തില്ല, കിളി കൊത്തത്തേ ഉള്ളു. അല്ല, കൊത്തുന്നത് കൈ പോകത്തുള്ളൂ. പരന്തൊന്നും അല്ല. പോസ് ചെയ്യുന്നുണ്ടല്ലേ, ഫോട്ടോ ഒക്കെ പോസ് ചെയ്യുന്നുണ്ടാണ്. മീനുണ്ട്. ആ, മീനും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. മീനിന്റെ കുളമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. മീൻ മാത്രല്ല, അത് നോക്കിയേ വിമൽ, നോക്കിയത് നോക്കിയേ. നമ്മൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോ കുറെ പാത്രങ്ങളൊക്കെ കാണാൻ കേട്ടോ. കിളികൾക്ക് ഫുഡ് കൊടുക്കാൻ വെച്ചിരുന്ന പാത്രമൊക്കെയാണ്. കുറെ പാത്രങ്ങളുണ്ടല്ലേ? അതെ, കുറെ അധികം കിളികളും ഉണ്ടല്ലോ. ഇതിനൊക്കെ പൂടെയൊക്കെ പോയിട്ടുണ്ടല്ലോ എല്ലാത്തിന്റെ. ഇതെന്താ
ഇവനെ പൂടെയൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. തൂലൊക്കെ കുറഞ്ഞല്ലേ. ഇവിടെ ഒരു കിടുക്കാൻ സാധനം ഉണ്ട് കേട്ടാ. ഇത് കള്ള പൊക്കത്ത് കണ്ടോ ആ മഞ്ഞ? പറക്ക് മാത്രമേ ആ മഞ്ഞ പൊങ്ങത്തുള്ളൂ. അതെ, കാറ്റടിക്കുന്നു. അതെ, ആണോ അടുത്തിനോട് നോക്കിയിരിക്കുന്നുണ്ട്. പെണ്ണും അത് ആണായിരിക്കും. അതെ അതെ അതെ. ആ കുമ്പിടെടുക്കട്ടാ മൊബൈലൊക്കെ നട്ടു. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോ കുറെ ഗപ്പിയൊക്കെ ഉണ്ട്. ഈ ഇങ്ങനകത്ത് കുറെ ഗപ്പിയൊക്കെ കാണാം നമുക്ക്. നമ്മളിത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ആ കൂടുതൽ വലിയൊരു ആക്കം തത്തയുണ്ട്. നമ്മളെ കണ്ടപ്പോ തന്നെ ഇതങ്ങളൊക്കെ ഭയങ്കര ഒച്ച വെച്ചോണ്ടിരിക്കുകയാണ്. കിളികൾ ഇപ്പൊ ശബ്ദം കേട്ടില്ലേ? ഇതിനകത്തും കുറെ മീനൊക്കെ ഉണ്ട് കേട്ടാ. ഒരു ആമയുണ്ട് അവിടെ. പിന്നെ ഇവിടെയും ഉണ്ട് കേട്ടാ കുറെ അതേപോലത്തെ സെയിം തന്നെ. വേണ്ടത് അതിന്റെ വെള്ള. നമ്മളിത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു വലിയ കുളം ഉണ്ട് കേട്ടാ. നമുക്ക് ആ കുളത്തില് വലിയ മീനുണ്ട്. മീനുണ്ടാ? ആ മീനുണ്ട്, കണ്ടോ? നാക്കുണ്ടായിരുന്നേട്ടാ. ഇത് പെട്ടെന്ന് ഇണങ്ങുന്ന അതൊക്കെ ലക്ഷങ്ങൾ വരുന്ന ഇതൊക്കെ ഈ വൈറ്റ് പെട്ടെന്ന് ഇണങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു അവിടെ അല്ലേ? പറ്റുവാ അവിടെ മറ്റേ അരേന മറ്റേ സാധനമുണ്ട്. മീനോട്. അപ്പൊ ഗൈസ് ഇതാണ് സൂലാൻഡ്. നമുക്ക് നേരെ ഉള്ളിലോട്ട് പോവാം. സെയിലുണ്ടെന്നാണോ? ഇവിടെ രണ്ടും കൂടെ രണ്ടും കൂടെ എണ്ണം കൂടാനുള്ള പരിപാടിയാണ് നാലോട്ടാ പറഞ്ഞത്. കണ്ടിട്ട് നടക്കും തോന്നുന്നു. കുറവാട്ടാ. അപ്പൊ ഗൈസ് ഇവിടെ കുറെ അധികം മീനൊക്കെ ഉണ്ട്. മീനും പക്ഷികളൊക്കെ കൊടുക്കാൻ നല്ലൊരു ചിലവ് വരും ഇവിടെ ഡെയിലി. ഫ്രൂട്ട്സ് ആണെങ്കിലും ഈ പരിപ്പ് ഇതിന്റെ ഫുഡൊക്കെ വരുമ്പോഴത്തേക്കും നല്ല റേറ്റ് വരും. പിന്നല്ല നമുക്ക് വീട് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റൂല. പോയാ നമുക്ക് ആ ഇൻട്രോ വീട് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഇത്ര വലിയ വീടിന്റെ ഫ്രണ്ട് കാണുമ്പോൾ നമ്മൾ ഓർക്കില്ല ഇപ്പൊ അവരോട് ഇത്ര സ്ഥലമുണ്ട്, ഇവിടെ ഇങ്ങനെ ഫാം ഒക്കെ കെട്ടിയിട്ടുണ്ട്, ഇത്ര മീനുകളൊക്കെ ഉണ്ട് നമ്മള്. പക്ഷെ ഇതെല്ലാം സെയിം ഇരിക്കുന്ന സംഭവം. പക്ഷെ ഫസ്റ്റ് കാണുമ്പോൾ ജസ്റ്റ് ഒരു കാട്, ജസ്റ്റ് ഒരു 5-6 കിളികൾ മാത്രമേ വിചാരിക്കുള്ളൂ. അകത്ത് കയറുമ്പോൾ പക്ഷികളും ഉണ്ട്, മീനുകളും ഉണ്ട്, എല്ലാം വെറൈറ്റി സാധനം കേട്ടോ.
വെള്ളം ഇത് ഇറങ്ങിയേക്കാം നമുക്ക്. അടി. അപ്പൊ ഗൈസ് നമ്മൾ ആ വീട് മുഴുവൻ കണ്ട് ആ ഫാം മുഴുവൻ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ടിങ് കാണുമ്പോൾ ഒരു ചെറിയ വീടായിട്ട് തോന്നും, പക്ഷെ അതിന്റെ ബാക്കിലോട്ട് ഒരുപാട് അധികം സ്ഥലങ്ങളുണ്ട്. അതന്നെ ഇതിപ്പോ ജസ്റ്റ് ഫസ്റ്റ് കാണുമ്പോൾ ഒരു കുഞ്ഞു വീട് പറമ്പ് ഉള്ളു. അകത്ത് കയറുമ്പോ ഒരു 5 ഏക്കർ ഒരു വീടായത്. നമ്മളിതിന്റെ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും കുറെ അധികം നമുക്ക് കാണാം കേട്ടോ. കുറെ ടാങ്ക് റിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെയിലും ഉണ്ട് കേട്ടോ, ഫിഷിന്റെ ഒക്കെ സെയിലും ഉണ്ട്. ഇതിപ്പോ കൂടിക്കൊണ്ടിരിക്കും. അതെ അതെ, ഇപ്പൊ ഇച്ചിരി കുറവാണ്, എന്നാലും ഇത് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേടിച്ചോണ്ടിരിക്കുക പുതിയ ഐറ്റങ്ങളൊക്കെ മേടിച്ചോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ബൈ.